ദയ എന്നത് കേവലം ഒരു പെരുമാറ്റ രീതിയല്ല, മറിച്ച് മറ്റുള്ളവരുടെ വേദനകളും ആവശ്യങ്ങളും സ്വന്തം ഹൃദയം കൊണ്ട് തൊട്ടറിയുന്ന അവസ്ഥയാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ആർദ്രമാക്കാൻ ദയ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. അവിടുന്ന് പാപികളായ നമ്മോട് കാണിക്കുന്ന അതേ ദയ മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന വചനം ദയയുടെ അടിസ്ഥാനമാണ്. ദയ കാണിക്കാൻ വലിയ സമ്പത്തോ പ്രശസ്തിയോ ആവശ്യമില്ല. ഒരു പുഞ്ചിരി, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക്, ഒരാളെ ശ്രദ്ധയോടെ കേൾക്കാനുള്ള മനസ്സ്, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം, ഇതെല്ലാം വലിയ ദയയുടെ അടയാളങ്ങളാണ്. മറ്റുള്ളവരെ വിധിക്കാതെ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് ദയയുടെ ഉത്കൃഷ്ടമായ രൂപമാണ്. ഉപവാസവും പ്രാർത്ഥനയും അർത്ഥപൂർണമാകുന്നത് അവയെ നമ്മെ കൂടുതൽ ദയയുള്ളവരാക്കുമ്പോഴാണ്. സ്വന്തം സുഖങ്ങളിൽ നിന്ന് മാറി നിന്ന് മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ നോമ്പ് സംഭവിക്കുന്നത്. ദയയുള്ള ഒരു ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമാണ്. നാം ചെയ്യുന്ന ചെറിയ ദയയേക്കാൾ വലിയ പ്രസംഗം ലോകത്തിലില്ല. അത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദയ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരാനും എല്ലാവരോടും ദയയോടും സ്നേഹത്തോടെയും പെരുമാറാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആർദ്രമാക്കണമേ. ആമേൻ.